ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു പൊതിച്ചോറ് കഴിക്കാം. ഉച്ചയ്ക്ക് ഇന്ന് സ്കൂള് വിട്ടുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഫുഡ് ഓർഡർ ചെയ്യാം. അപ്പോൾ ഞാൻ നോർമലി മീൽസ് ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ കടയിൽ പൊതിച്ചോറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നേരെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിക്കാം. ഇതിപ്പോൾ എന്തോരം ചോറാണ്, ഇത്രയും ചോറൊന്നും ഞാൻ കഴിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ബാക്കി വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ വാഴയിൽ തുറന്നപ്പോൾ ഉണ്ടല്ലോ, ഒരു അടിപൊളി സ്മെല്ലുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് മിസ്സായിട്ടിരിക്കുന്ന ഒരു മണമായിരുന്നു കേട്ടോ അത്. ഈ വാഴയിലയിൽ ഇങ്ങനെ ചോറൊക്കെ പൊതിഞ്ഞ് കഴിച്ചിട്ട് കുറേ നാളായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടൂർ പോകുമ്പോഴത്തേക്കും പാത്രമൊക്കെ കൊണ്ടുകളയും. അപ്പോൾ അമ്മ എന്ത് ചെയ്യും, വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് ചോറൊക്കെ ഉച്ചയ്ക്ക് കൊടുത്തിടാറുള്ളത്. അന്നൊന്നും പക്ഷേ വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീൽ വന്നു ഗൈസ്. അന്നേരം ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയായിരുന്നു. അപ്പോൾ മുട്ട പൊരിച്ചത്, മീൻ വറുത്തത് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഒലത്തുണ്ടായിരുന്നു, പരിപ്പ് കറി ഉണ്ടായിരുന്നു കേട്ടോ ചോറിൽ. അത് കഴിഞ്ഞിട്ട് വേറെ 2 പാത്രങ്ങളിലായിട്ട് ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കറിയും സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള പപ്പടവും പായസവും. അപ്പോൾ ഞാൻ ഇതൊക്കെ കൂട്ടിയിട്ട് നല്ല മൃഷ്ടാനം കഴിക്കുകയാണ്. കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒലത്തൊന്നും ഞാൻ കഴിക്കാറൊന്നുമില്ല. പക്ഷേ ഈ ഇലയിൽ പൊതിഞ്ഞുകൊണ്ടാണെന്നറിയില്ല, നല്ല ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. ഈ വാഴയിലയിൽ പൊതിഞ്ഞ് കഴിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഈ വാഴയിലയുടെ ഈ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഈ ചോറിലുണ്ടാവില്ലേ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ട്. എനിക്ക് മീൻ വറുത്തത് വലിയ കാര്യമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ കഴിക്കണത് കണ്ട് നോക്കണ്ട കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ബാക്കി വെച്ചു. എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങോട്ട് പിടിച്ചില്ല. പക്ഷേ ബാക്കി എല്ലാ കറികളും അടിപൊളിയായിരുന്നു കേട്ടോ. 2 കറികൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വൈകുന്നേരത്തേക്ക് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതി. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അങ്ങനെ ഞാൻ ഇതെല്ലാം കഴിച്ചു ഗൈസ്. ഇനി ഒന്ന് എനിക്ക് കിടന്ന് ഉറങ്ങണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ചോറ് കഴിക്കില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയൊക്കെയോ കഴിച്ചു. കുറച്ച് ചോറ് ഞാൻ എടുത്ത് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയായി പോവും. കുറച്ച് ചോറ് ഞാൻ എടുത്ത് ബാക്കി വെച്ചു. പിന്നെ ഞാൻ പപ്പടവും പായസമൊക്കെ കഴിക്കാൻ പോവാം. ഈ പായസത്തിന് നമ്മുടെ അമ്പലപ്പറമ്പിലൊക്കെ ഉത്സവത്തിനൊക്കെ കിട്ടുന്ന പായസം പോലെ, നമ്മുടെ അമ്പലപ്പറമ്പിൽ ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ സദ്യ ഉണ്ടാവും ഉത്സവത്തിൻ്റെ അന്ന്. അപ്പോൾ അന്ന് കഴിക്കുന്ന പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, ഇങ്ങനെ ഇലയിലൊക്കെ കഴിക്കുമ്പോഴത്തേക്കും. ആ ഒരു ഫീൽ എനിക്ക് വന്നിട്ടോ. ഉത്സവമൊക്കെ കൂടിയിട്ട് ഇപ്പോൾ എത്ര നാളായി എന്നറിയോ? ഏകദേശം ഒരു 5-6 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ